ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തറ ഗേറ്റിലാണ് കേട്ടോ. തൃത്താല നേർച്ചയുടെ രാവിലത്തെ കാഴ്ചകൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നേർച്ചയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഗജവീരന്മാരിങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യം അവിടെ എത്തിയപ്പോൾ കണ്ടത്. എന്തായാലും സംഭവം അടിപൊളി കാഴ്ച ഉണ്ടാ കണ്ടില്ലേ? എന്താ തലയെടുപ്പ് ഓരോ ആനകളെയും പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് വല്ലാതെ പോകാൻ പറ്റില്ല. അവരുടെ ടീമാണ് ഇപ്പുറത്തിരിക്കുന്നത് കേട്ടോ. സർക്കാർ എന്നാണ് ആ ടീമിൻ്റെ പേര്. ഇത് തൃത്താല സെൻറ്ററിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ വെള്ളിയാങ്കല്ല് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോന്നപ്പോൾ കണ്ടാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ലോറിയിൽ നിന്ന് ആനനെ ഇറക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു അടിപൊളി കാഴ്ചയായി. എന്നിട്ട് ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആനനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവിടെ ഗജസംഘം ഉണ്ടാവും തൃത്താല സെൻറ്ററിൽ. അവിടെ കൊണ്ടുപോയി നിർത്താനുള്ള പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ആനക്ക് പാപ്പാന് പൈപ്പാണ് കൊടുത്തേക്കാണ്. ഇഷ്ടംപോലെ കുടിച്ചോ പറഞ്ഞിട്ട്, ഫുൾ ടാങ്ക് അടിച്ചോന്ന് പറഞ്ഞേ. ആന അത് വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചകൾ. ഇങ്ങോട്ട് തിരിയാന എങ്ങോട്ട് നില്ലാന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആന അതിനനുസരിച്ച് ഇതങ്ങനെ നീങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. ഒരടങ്ങണ്ണിട്ടിട്ട് ഞാൻ കുറച്ച് മാറി നിൽക്കട്ടെ. അപ്പോൾ ആ ആന ഏകദേശം ടാങ്ക് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ പുറത്തോട്ട് വരുന്നുണ്ട് വെള്ളം. ഇനി പൈപ്പ് റിട്ടേൺ കൊടുക്കുകയാണ് പാപ്പാൻക്ക്. ഇപ്പുറത്ത് സർക്കാർ എന്ന ടീം ഗജസംഗമത്തിന് ഒരുങ്ങി കഴിഞ്ഞിട്ടോ. അവർ തൃത്താലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ പാപ്പാൻ്റെ കൗത്തത്തെ വലിയൊരു ചോപ്പ് കയറ അയച്ചു മാറ്റി. ഇനി ആനനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ആന നിന്ന് കുണുങ്ങുന്നുണ്ട് കേട്ടാ. അപ്പുറത്തൊരു കാക്കാർ തണ്ണിമത്തൻ്റെ ഒരു പീസ് കൊടുത്തു. അത് കഴിച്ചിട്ട് ആന മേടിച്ച് വേഗം വാങ്ങി കഴിച്ചത്. ഇനി പാപ്പാനെ കുളിപ്പിക്കാം കേട്ടോ. മുകളിൽ നിന്നിട്ട് നല്ല ഉറക്കലാണ് ആശാന്. ഇപ്പം നല്ല ചൂടല്ലേ, പിന്നെ നല്ല തണുപ്പിച്ചിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഏത് നിമിഷം അത് ഇതാകാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ നല്ല തണുപ്പിച്ച് കുളിപ്പിച്ച് പിന്നെ നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇതിനെ ഇറക്കുള്ളൂ. അടിപൊളിയായി കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ സംഭവം. എന്തായാലും നല്ല നല്ല കാഴ്ചകളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ആനനെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ ആനയുടെ വീഡിയോസ് ഇപ്പോൾ കൂടുതലായിട്ട് ഇടുന്നത്. പിന്നെ ഇപ്പോൾ സീസണും അതല്ലേ. അപ്പോൾ ആനനൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ അണിയിച്ചൊരുക്കണം. പിന്നെ പട്ടാമ്പി റോട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒക്കെ സെറ്റാക്കിയിട്ട് ആ രണ്ട് ടീമുണ്ട് കേട്ടോ. സോറി, 2 ആനകൾ വരുന്നുണ്ട്. ഒരു ടീമിന് 2 ആനകളാണ്. അപ്പോൾ അവരിതതിനൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള പുറപ്പാടിലാണ്. ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട് ഗൈസ്. എനിക്ക് സുഖം ഉണ്ടാകുന്നില്ല, പനി ജലദോഷമൊക്കെ പിടിച്ച്. പിന്നെ ഇത് 4G ഫോണാണ്. ഇതിൽ അപ്ലോഡിങ് ഭയങ്കര ഷോക്കാണ്. ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആകാൻ തന്നെ കുറേ ടൈം പിടിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വേറൊരു വ്ളോഗറും ഉണ്ട്. കാലിയറോഡ് നേർച്ച അവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. അവൻ്റെ വീട് എടപ്പാളാണ്. അപ്പോൾ ഇനി ഇവർ നേരെ തൃത്താല സെൻറ്ററിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃത്താല സെൻറ്ററിലെത്തി. അവിടുന്ന് വേറെ ടീം വരുന്നുണ്ട് കേട്ടോ. ഇനി ഓരോ ടീമുകളും ഈ സെൻറ്ററിൽ വന്ന് നിന്നിട്ട് നല്ല ബാൻഡ് സെറ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെ തൃത്താല ടാക്സി സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഈ കളികളൊക്കെ ഉണ്ടായത് കേട്ടോ. ഒരു 11:30 വരെ ഏകദേശം ഉണ്ടാവും. അത്ര അലൗഡുള്ളൂ. നല്ല ചൂടാണ്. ആനനെ പോയിട്ട് വെയിലത്ത് നിർത്താൻ പറ്റില്ല. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം.
ഗൈസ്, അപ്പോൾ ഇതാണ് തൃത്താല പള്ളിട്ടാ. ഇത് പൈതൽ ജാറം എന്നറിയപ്പെടും. ഇനി പരിപാടികൾ കഴിഞ്ഞിട്ട് ആനകൾ റിട്ടേൺ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ ആനയും തിരിച്ചു പോവാണ്. അതായത് എവിടെ നിന്നായിരുന്നു ആ സ്ഥലത്തോട്ട് പോകട്ടോ. പിന്നെ വെള്ളിയാങ്കല്ലിലൂടെ വരുമ്പോൾ ഈ പാലം ജസ്റ്റ് പകർത്തിയെടുത്താട്ടോ. അപ്പുറത്ത് വെള്ളം ഫുള്ളാണ്. റെഗുലേറ്റർ ബ്രിഡ്ജാണ്. ഇങ്ങനെ തിരാപ്പുറം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിനറിയാം. പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ടയർ പൊട്ടോറായിട്ടോ. അപ്പോൾ ടയറൊന്ന് മാറ്റാണ്. ഫ്രണ്ട് ടയറാണ് ഇത്. വണ്ടി എടുക്കുമ്പോഴുള്ള ടയറാണ്. ഇതിപ്പോൾ 38,000 കിലോമീറ്റർ ഓടിട്ടോ. ബാക്ക് ടയർ ഇപ്പോൾ അടുത്ത് വരുമ്പോൾ പൊട്ടിയത്. അത് മാറ്റിയിട്ട് ഒരു മാസമാണുള്ളൂ. ഫ്രണ്ടാണ് മാറ്റാൻ വിചാരിച്ചു. 1250 റുപ്യ കേട്ടോ ടയറിന്. TVSൻ്റെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇനി വലിയ അപകടങ്ങളൊന്നും സംഭവിക്കേണ്ട വെച്ചിട്ട് ടയർ വേഗം മാറ്റിയിട്ടാണ്. ഇതാണ് കേട്ടോ പുതിയ ടയർ. TVSൻ്റെ കമ്പനി ടയറും TVS ആണ്. അത് ഇത്ര കണ്ടമാനം ലോങ് ഇട്ടിട്ട് നമുക്ക്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഒരു നേർച്ചയുടെ പൂരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇനിയും വരിക. പിന്നെ അപ്പോൾ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഓക്കെ.